ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ണുനീർ തുള്ളികൾ വറ്റിപ്പോകുന്നത് എന്തുകൊണ്ട്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഹൃദയം കടുത്തുപോയി എന്നാണ്. ഖസ്വത്തുൽ ഖൽബ് ഉണ്ടാവാനുള്ള കാരണം ഒരുപാട് സംസാരിക്കുന്നവന്റെ ഹൃദയം കടുത്തുപോകുമെന്നാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ലാ തുക്സിരിൽ കലാമ ഫീ ഗൈരി ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലല്ലാതെ സംസാരിക്കരുത് എന്ന്. നിങ്ങൾ അല്ലാഹുവിന്റെ സംസാരിക്കുകയാണെങ്കിൽ ദിക്റിന് വേണ്ടിയേ നിങ്ങളുടെ നാവ് ഉപയോഗിക്കാൻ പാടുള്ളൂ. സംസാരിക്കുകയാണെങ്കിൽ, നാവ് തുറക്കുകയാണെങ്കിൽ, വായ തുറക്കുകയാണെങ്കിൽ അത് ദിക്റിന് വേണ്ടി, അല്ലെങ്കിൽ സ്വലാത്തിന് വേണ്ടി, അല്ലെങ്കിലോ മിണ്ടാതിരിക്കാൻ. അങ്ങനെ സംസാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും. فإن قسوة القلب فإن القلب القاسي بعيد من الله. ഹൃദയം കടുത്തുപോയാൽ അല്ലാഹുവിൽ നിന്ന് അകലുമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ഒരുപാട് സംസാരം ഉണ്ടാവാൻ പാടില്ല, നാവിനെ സൂക്ഷിക്കണമെന്നാണ് നമ്മൾ ആദ്യമായി ഇവിടെ പറഞ്ഞത്. നാവ് സൂക്ഷിക്കാത്ത ആളുകളുടെ ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്തുപോയാലോ ഒരിക്കലും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരികയേ ഇല്ല. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം നഖ്ലുൽ അഹ്ദി മഅല്ലാഹി തആല ബിഫിഅലിൽ മആസി വതർക്കിൽ വാജിബാത്ത്. നഖ്ലുൽ അഹ്ദി മഅല്ലാഹ്, അല്ലാഹു നമ്മൾക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. നല്ലതേ പറയാൻ പാടുള്ളൂ, നല്ലതേ ചെയ്യാൻ പാടുള്ളൂ, ഹറാം ചെയ്യല്ല. 5 നേരം നിസ്കരിക്കണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ ഹൃദയം കടുത്തുപോകുമെന്നാണ്. തെറ്റുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച്, തോന്നിവാസം ചെയ്യുന്നതിനനുസരിച്ച്, വ്യഭിചാരവും ഹറാമും മ്യൂസിക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി ഉണ്ടാകുമ്പോ നമ്മുടെ ഹൃദയം കടുത്തുപോകുമെന്നാണ്. അങ്ങനെ ഹൃദയം കടുത്തുപോയാൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരികയില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരാതെ അല്ലാഹുവിന്റെ നരകത്തിൽ നിന്ന് നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. മൂന്നാമത്തെ വിഷയം കസറത്തുൽ ലഹ്കി, ഒരുപാട് ചിരിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കും, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിക്കും, ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് ഓർത്തു വെക്കണം. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഓർത്തു വെക്കണം എന്താ കാരണം. ഒന്നാമത്തെ വിഷയം ശ്രദ്ധിച്ചോളൂ, കസറത്തുൽ കലാം, ഒരുപാട് സംസാരിക്കരുത്. രണ്ടാമത്തെ വിഷയം നഖ്ലുൽ അഹ്ദി മഅല്ലാഹി തആല ബിഫിഅലിൽ മആസി, തെറ്റുകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും. മൂന്നാമത്തേത് കസറത്തുൽ ലഹ്കി, ഒരുപാട് ചിരിക്കരുത്, ഒരുപാട് ചിരിക്കരുത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറയാണ്, അബൂ ഹുറൈറ ലാ തുക്തിരിൽ ലഹ്ക, ഒരുപാട് ചിരിക്കരുത് അബൂ ഹുറൈറ. ഫഇന്ന കസറത്തുൽ ലഹ്കി തുമീതുൽ ഖൽബ, ഒരുപാട് ചിരിക്കുന്നവന്റെ ഹൃദയം കടുത്തുപോകും അബൂ ഹുറൈറ. അതുകൊണ്ട് ഒരുപാട് ചിരിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ജീവിതം അങ്ങ് ചിരിച്ചു തീർക്കണം. അങ്ങനെ കൂടുതൽ ചിരിക്കുന്നവരാണെങ്കിൽ ഒരൽപ്പം ചിരിയിൽ നിന്ന് മാറി നിന്നാലേ ഹൃദയത്തിൽ ലോലതയുണ്ടാവുള്ളൂ. അള്ളാഹുവിനെ പേടിക്കുന്ന ഹൃദയം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ആ ഒരു ഹൃദയം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തു കൂടെ നടന്നു പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ ചിരിച്ചു മരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുകൂടെ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ നടന്നു പോയപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ ഫതാ, അല്ലയോ ചെറുപ്പക്കാരാ, ഹൽ മറർത ബിസ്സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ പൊന്നുമോനെ നീ നടന്നു പോയിട്ടുണ്ടോ? സിറാത്ത് പാലത്തിലൂടെ നീ നടന്നു പോയിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല ഉസ്താദേ, ഉസ്താദ് അവർകളെ, സിറാത്ത് പാലത്തിലൂടെ ഞാൻ നടന്നിട്ടില്ല. ഫഹൽ തദ്രി ഇലൽ ജന്നതി തസീറു അം ഇലൻ നാർ, നീ നരകത്തിലേക്കാണോ പോകുന്നത് അല്ല സ്വർഗ്ഗത്തിലേക്കാണോ എന്ന് നിനക്കറിയുമോ മനുഷ്യ?
ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനോടാണ് ചോദിക്കുന്നത്, അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരാ, നീ നരകത്തിലേക്കാണോ അല്ല സ്വർഗത്തിലേക്കാണോ പോകുന്നത് എന്ന് നിനക്കാരെങ്കിലും അറിവ് തന്നിട്ടുണ്ടോ? ഇല്ല ഉസ്താദേ, ഇല്ല, എനിക്കറിയില്ല ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന്. അപ്പോഴാണ് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ ചോദിച്ചത്, എന്നാൽ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾക്കും നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് പാലത്തിലൂടെ കടന്നു പോവാതെ കഴിയില്ല. ആ സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലെത്തി എന്നുറപ്പിച്ചാലല്ലാതെ പിന്നെ എങ്ങനെയാണ് മോനെ നിനക്ക് ചിരിക്കാൻ കഴിയുന്നത്? സ്വർഗക്കാരനാണോ നരകക്കാരനാണോ എന്നുറപ്പിക്കാതെ എങ്ങനെയാണ് മോനെ നീ ചിരിക്കുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ ചോദിച്ചപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ബോധോദയമുണ്ടായത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറൂ. അല്പമെങ്കിലും ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾ ഇതുപോലെയുള്ള ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ചു നന്നാവും. ഇതുപോലെയുള്ള വഅദുകൾ കേൾക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയം കണ്ടെത്തും. ഈമാനില്ലയോ, തഖ്വയില്ലയോ, നന്നാവണമെന്നുള്ള ആഗ്രഹമില്ലയോ, എത്ര വഅദ് കേട്ടാലും അവർ നന്നാവൂല. വഅദിന് വരാൻ തന്നെ അവർക്ക് പൂതിയുണ്ടാവൂല. അതുകൊണ്ട് വഅദ് കേട്ടിട്ട് ഹൃദയത്തിൽ മാറ്റമില്ലെങ്കിൽ ഹൃദയത്തിൽ എന്തോ അപാകത സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈമാൻ എത്രയോ അകലെയാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകട്ടെ, അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകട്ടെ. ഹസനുൽ ബസരി തങ്ങളുടെ ആ ചോദ്യം കേട്ട ചെറുപ്പക്കാരൻ, ഹസനുൽ ബസരി തങ്ങളുടെ ചോദ്യം കേട്ട ചെറുപ്പക്കാരൻ പിന്നെ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല എന്നാണ്. പിന്നെ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല എന്ന്. സിറാത്ത് പാലത്തെ കുറിച്ച് ഓർക്കുന്നവരെങ്ങനെ ചിരിക്കാനാണ്? നരകത്തെ കുറിച്ച് ഓർക്കുന്നവരെങ്ങനെ ചിരിക്കാനാണ്? നമ്മൾ ചിരിക്കുന്നു നമ്മൾക്ക് ഖബറിനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ട്. നമ്മൾ ചിരിക്കുന്നു നമ്മൾക്ക് മഹ്ശറയെ കുറിച്ച് ഓർമ്മയില്ലാത്തത് കൊണ്ട്. നമ്മൾ ചിരിക്കുന്നു നരകം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്. വലത് കയ്യിലാണോ ഇടത് കയ്യിലാണോ കിതാബ് നൽകപ്പെടുന്നത് എന്നറിയാതെ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ ചിരിക്കുന്നത്? മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരാൾക്ക് ചിരിക്കാൻ കഴിയുക? അന്നൽ മൗത മൗരിദഹു, മൗരിദഹു, മരണം വരുമെന്ന്, മരണമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരാൾ എങ്ങനെയാണ് ചിരിക്കുന്നത്? വ അന്നസ്സാഅത മൗഇദുഹു, ഖിയാമത്ത് നാൾ സംഭവിക്കും അത് അവസാന ദിവസമാണെന്നറിഞ്ഞവൻ എങ്ങനെയാണ് ചിരിക്കുന്നത്? വൽ ഖിയാമു ബൈന യദയില്ലാഹി തആല, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ, അല്ലാഹുവിന്റെ ഭയാനകമായ മഹ്ശറാ ലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കണമെന്ന വിവരമുള്ളവർ എങ്ങനെയാണ് ചിരിക്കുന്നത്? അതേപോലെ തന്നെ യഹിഖു ലഹു അയ്യതൂല ഹുസ്നുഹു, അത്തരം ആളുകൾ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ചിരിക്കല്ലേ, ചിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകലുമെന്നാണ്. ആവശ്യത്തിന് തമാശകളൊക്കെ ആവാൻ നബി തങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ചിരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. നാലാമത്തേത് കസറത്തുൽ അക്ൽ, ഒരുപാട് തിന്നരുത്. ഞാൻ ആദ്യം പറഞ്ഞ വിഷയമാണിത്. കസറത്തുൽ അക്ലി, ഒരുപാട് തിന്നരുത്. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുന്നുണ്ട്. ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ വലിയ സൂഫി വര്യനാണ്, ത്യാഗിയായ മനുഷ്യനാണ്. മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ പറയുകയാണ്, ഖസ്ലതാനി തുഖ്സിയാനിൽ ഖൽബ, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കൊന്നുകളയും. രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളുടെ ഹൃദയം ചത്തുപോകുമെന്ന്, നിങ്ങളുടെ ഹൃദയം കാഠിന്യമുള്ള ഹൃദയമായി മാറുമെന്ന് മഹാനായ ബിശ്ർ ഇബ്നുൽ ഹാരിസ് തങ്ങൾ. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യം? ഒന്ന് കസറത്തുൽ കലാം, ഒരുപാട് സംസാരിക്കലാണ്. രണ്ട് കസറത്തുൽ അക്ലി, ഒരുപാട് കുറച്ച് തിന്നാ മതി. നിങ്ങളെ കുറച്ച് തിന്നാ മതി. ഈ വേറൊക്കെ വരുന്നത് എന്തെന്നറിയോ? വേറൊക്കെ വരുന്നത് എന്തെന്നറിയോ? മൂക്കറ്റം വരെ തിന്നത് കൊണ്ടാണ് ഈ വേറെ വരുന്നത്. ഭക്ഷണം കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് ഒരു 8 പത്തല് തിന്നാൻ കഴിയുന്ന ഒരാളാണ്, 8 പത്തല് തിന്നാൻ കഴിയുന്ന ആള് നാളെ മുതൽ ഒരു 4 പത്തലിൽ ഒതുക്കുക മതി. പക്ഷെ വേറെ നിറഞ്ഞിട്ടുണ്ടാവില്ല, മതി, അത്ര മതി, നിനക്ക് ജീവിക്കാൻ അത് മതി. പിന്നെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ഉച്ചയ്ക്ക് വേണം കഴിച്ചാൽ മതി. ഞാൻ ഭൂരിഭാഗ ദിവസങ്ങളിലും 2 നേരം കഴിക്കുന്ന ആളാണ്. എന്തായാലും വാഴ കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 7 മണിക്ക് ഉറങ്ങിയ എന്തായാലും 10 മണി എണീക്കാം, 10 മണി 11 മണി. അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിച്ചാൽ പിന്നെ വാഴത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കാം. എന്നാലും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സ്വസ്ഥത തരൂല. വീട്ടിൽ ഉമ്മാവും കുടുംബക്കാരൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ വിളിച്ചു കഴിക്കുന്ന പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ നമ്മൾ കഴിക്കേണ്ടതുള്ളൂ. 10 മണിക്ക് നാസ്ത കഴിച്ച് ഞാൻ 1 മണിക്ക് പിന്നെ എന്താ കഴിക്കേണ്ടത്? അങ്ങനെ വിളിക്കരുത്, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത്.
ഭക്ഷണം കഴിച്ചിട്ടേ മനുഷ്യൻ ഇവിടെ രോഗിയായിട്ടുള്ളൂ. ഭക്ഷണമാണ് ഏത് രോഗം. നിങ്ങൾക്ക് ഏത് രോഗം, അതിന്റെ സിംറ്റംസ്, അതിന്റെ അടയാളങ്ങൾ ഉണ്ടായ ഡോക്ടറെ കാണൂ. ഡോക്ടറോട് ചോദിക്കും എന്തേ ഉണ്ടായത്. അപ്പൊ പറയും നിങ്ങളുടെ ഭക്ഷണം നിയന്ത്രിക്കണം. പനി വന്നു, പനിക്ക് അങ്ങനെ ഭക്ഷണമില്ല. പിന്നെ ക്യാൻസർ ഭക്ഷണമാണ്, ഷുഗർ ഭക്ഷണമാണ്, യൂറിക് ആസിഡ് ഭക്ഷണമാണ്. എന്താ ഭക്ഷണത്തിന് ബന്ധമില്ലാത്തത്? അതുകൊണ്ട് ഭക്ഷണം നിയന്ത്രിച്ചാൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ വലിയ വേറായിട്ട് നടക്കുന്നത്, വേറൊക്കെ കുറക്കണം. അതൊക്കെ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെ ഒക്കെ ലക്ഷണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തെ വിഷയം, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ഹൃദയം ചത്തുപോകുമെന്നാണ്. പിന്നെ അതിനെ വിളിച്ചുണർത്താൻ കഴിയില്ല. അങ്ങനെയാണ്. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു തെങ്ങ്, ഉദാഹരണം അങ്ങനെ നമ്മൾ, ആ തെങ്ങ് അത് ചത്തുപോയി എന്ന് വിചാരിക്കുക. അതിന്റെ തലയൊക്കെ പോയി, കൂറ തിന്ന് തലയൊക്കെ പോയി. ആ ചത്തുപോയ തെങ്ങിന്റെ താഴെ എല്ലാ ദിവസവും നിങ്ങൾ പോയി വെള്ളം പിടിക്കാണ്. നല്ല വെള്ളം വെച്ചു കൊടുത്തു, വെണ്ണൂറ് കൊടുത്തു, ഡെയിലി വെണ്ണീരൊക്കെ കൊടുത്ത് വെള്ളം പിടിച്ചാല് ആ തെങ്ങിനെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ചത്തുപോയി. നേരെ മറിച്ച് ചാവാനായൊരു തെങ്ങ്, അതിന് നമ്മൾക്ക് നല്ല വിളവ്, വെണ്ണീര്, വെള്ളമൊക്കെ കൊടുത്ത് അതിനെ പുനർജീവിപ്പിക്കാൻ കഴിയില്ലേ? അതേപോലെ ചത്തുപോയാ പിന്നെ ഇതിനെ ഉണർത്താൻ കഴിയില്ല. ഹൃദയം ചത്തുപോയാ പിന്നെ ഇതിനെ വിളിച്ചുണർത്താൻ കഴിയില്ല. അതുകൊണ്ട് ചാവുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ നമ്മളൊന്ന് തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കസ്റത്തുൽ അക്ൽ, ഒരുപാട് തിന്നരുത് എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തെ വിഷയം കസ്റത്തുദ് ദുനൂബി, ഒരുപാട് ദോഷങ്ങൾ, തെറ്റൊരുപാട് ചെയ്യുക, പാപങ്ങൾ ഒരുപാട് ചെയ്യുക. كلا بل ران على قلوبهم ما كانوا يكسبون كلا بل ران على قلوبهم ما كانوا يكسبون. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹൃദയത്തിൽ അല്ലാഹു ഒരു മൂടുപടം ഇടുന്നുണ്ട്, ഹൃദയം അല്ലാഹു മൂടി വെക്കുന്നുണ്ട് എന്നൊരു സംഭവം പറയുന്നുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്നൽ മുഅ്മിന, ഒരു സത്യവിശ്വാസി, ഇദാ അദ്നബ, അയാളൊരു തെറ്റു ചെയ്താൽ, കാനതു നുഖ്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു, ചെറിയതാണ് ഹൃദയം, ആ ഹൃദയത്തിൽ അല്ലാഹു കറുത്ത പുള്ളിയിട്ട് കൊടുക്കുമെന്നാണ്. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ സുഖില ഖൽബുഹു, തൗബ ചെയ്തിട്ട് തെറ്റിൽ നിന്ന് മാറി നിന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ കറുത്ത പുള്ളി മാറി ഹൃദയം പ്രകാശിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹൃദയം കറുത്തുപോകും. ഒരു ഹറാമ കണ്ടു, റോഡ് സൈഡിലുള്ള ഒരു പെണ്ണിനെ കണ്ടു, കറുത്ത പുള്ളി വീണ് കഴിഞ്ഞു. എന്നാൽ ഉടനെ തന്നെ അല്ലാഹുവേ, നോക്കാൻ പറ്റാത്തത്, കാണാൻ പറ്റാത്തത് ഞാൻ കണ്ടുപോയി റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, എനിക്ക് മാപ്പ് നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ കറുത്ത പുള്ളിയെ അല്ലാഹു മായ്ച്ച് അതിനൊരു പ്രകാശമാക്കി മാറ്റുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി തൗബ ചെയ്യാതെ അയാൾ തൗബ ചെയ്യുന്നില്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അങ്ങനെ വളർന്ന് കറുത്ത പുള്ളികൾ ഇട്ട് അവസാനം അവന്റെ ഹൃദയം കറുത്തുപോകും. അങ്ങനെ കറുത്തുപോയ ഹൃദയത്തെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറഞ്ഞത് ഇത്തരം ആളുകളുടെ ഹൃദയങ്ങളാണ്. തൗബ ചെയ്യാതെ തെറ്റുകൾ ചെയ്ത് തൗബ ചെയ്യാത്ത ഹൃദയങ്ങൾ കറുത്തുപോയാൽ പിന്നെ ഒരിക്കലും നന്നാവൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ സൂക്ഷിക്കണേ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. 5 എണ്ണമായി ഓർമ്മയുണ്ടല്ലോ. ആറാമത്തെ വിഷയം ശ്രദ്ധിക്കണേ. ആറാമത്തെ വിഷയം സുഹ്ബത്തുസ്സൂഇ, ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്ത ചങ്ങാതിമാർ. നിങ്ങളൊന്ന് ഒരു മിനിറ്റ് അല്ല, ഒരു 5-10 സെക്കൻഡ് തരാം. 10 സെക്കൻഡ് തരാം. ഞാൻ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വിലയിരുത്തുക. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് മനസ്സിൽ നിങ്ങൾ കരുതിയോ? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും അടുത്ത ചങ്ങാതി ഒന്ന് മനസ്സിൽ കരുതി. ചീത്ത കൂട്ടുകെട്ടുകൾ, തോന്നിവാസികളായ ചങ്ങാതിമാർ നമ്മുടെ ഹൃദയത്തെ കൊന്നുകളയുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, സലഫ് സാലിഹീങ്ങൾ പറയുന്നുണ്ട്, ഖസ്വത്തുൽ ഖൽബി മിൻ 4 അഷ്യാ,
4 കാര്യങ്ങൾ കൊണ്ട് ഒരാളുടെ ഹൃദയം ചത്തുപോകും. ഒരാൾക്ക് കരയാൻ കഴിയില്ല. ഇദാ ജാവസത് ഖദ്റൽ ഹാജ, പരിധി വിട്ടാൽ 4 കാര്യങ്ങൾ പരിധി വിട്ടാൽ 4 കാര്യങ്ങൾക്ക് ചില ലിമിറ്റേഷൻ ഉണ്ട്, പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ അയാളുടെ ഹൃദയം ചത്തുപോകും. പിന്നെ അയാൾക്ക് കരച്ചിൽ വരൂല. 1 അൽ അക്ലു, തീറ്റയാണ്. വന്നൗമു, ഉറക്കമാണ്. നന്നായി ഉറങ്ങുന്നത് പ്രശ്നമാണ്. ഒരുപാട് ഉറങ്ങുന്നവന്റെ ഹൃദയം കടുത്തുപോകുമെന്നാണ്. വൽ കലാമു, സംസാരം. വൽ മുഖാലത്വ, ചങ്ങാതിമാരുടെ ബന്ധം അതിരുവിട്ടാൽ, ഉറക്ക് അതിരുവിട്ടാൽ, തീറ്റ അതിരുവിട്ടാൽ, സംസാരം അതിരുവിട്ടാൽ അവരുടെ ഹൃദയം ചത്തുപോകുമെന്ന്. ഹൃദയം കാഠിന്യമുള്ള ഹൃദയമായി, കണ്ണിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ച് കണ്ണുനീർ തുള്ളികളില്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് പേടിച്ചു പോയ ഹൃദയമായി അവരുടെ ഹൃദയം മാറുമെന്ന് മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ചങ്ങാതിമാരാരാണ്? സ്കൂളിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് മോശമാകുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല സംസ്കാരം പഠിച്ച കുഞ്ഞ് സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് മോശമാകുന്നത്. കാരണം അവിടുത്തെ ചങ്ങാതിമാര് മോശമായി. സിനിമ കാണുന്ന ചങ്ങാതിമാരുണ്ടായാൽ അവരുടെ കൂടെ സിനിമ കാണാൻ പോകും. സീസർ വലിക്കുന്ന ചങ്ങാതിമാരുണ്ടായാൽ അവരുടെ കൂടെ സീസർ വലിക്കും. അക്രമികളായ കഞ്ചാവിന്റെ ഉടമകളായ ചങ്ങാതിമാരായാൽ എത്ര നല്ല ഹാജിയാരുടെ മകനാണെങ്കിലും ശരി, എത്ര നല്ല ഔലിയാക്കളുടെ ഉസ്താദുമാരുടെ മകനാണെങ്കിലും ശരി, അവനും കഞ്ചാവിന്റെ അഡിക്റ്റായി മാറും. കള്ളുകുടിയന്മാരായ ചങ്ങാതിമാരായാൽ അവനും കള്ളുകുടിയന്മാരായി മാറും. വ്യഭിചാരത്തിന്റെ അടിമകളായി കണ്ട പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ വായ നോക്കി നടന്നിട്ട് നമ്പറുകൾ കൈമാറി പ്രേമിച്ചു നടക്കുന്ന സ്വഭാവക്കാരായ ചങ്ങാതിമാരാണ് നമ്മൾക്കുള്ളതെങ്കിൽ ആ നമ്മുടെ മക്കളും മോശമായി പോകുമെന്നതിൽ യാതൊരു സംശയമില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൽ മർഉ അലാ ദീനി ഖലീലി, നിങ്ങളുടെ സ്വഭാവം എന്ത് എന്നറിയണമെങ്കിൽ, എന്റെ സ്വഭാവം എന്ത് എന്നറിയണമെങ്കിൽ ആരാണ് എന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി എന്ന് നോക്കിയാൽ മതി. അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യന്റെ സ്വഭാവം നമ്മൾ വിലയിരുത്തേണ്ടത് അയാളുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയെ വെച്ചുകൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ എല്ലാവരും ആലോചിച്ചില്ലയോ ഒരു ചങ്ങാതിയെ കുറിച്ച്? ആ ചങ്ങാതിയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്ക്. അയാളെ കുറിച്ച് നാട്ടുകാരെന്താ പറയുന്നത്? അയാളെ കുറിച്ച് വീട്ടുകാരെന്താ പറയുന്നത്? അയാളെ കുറിച്ച് കുടുംബക്കാരെന്താ പറയുന്നത്? അയാളെ കുറിച്ച് മറ്റുള്ള ചങ്ങാതിമാരെന്താ പറയുന്നത്? നല്ലവരായ ആളുകൾക്ക് അയാളോടുള്ള അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കോളൂ. എന്നാൽ അതേ അഭിപ്രായമാണ് നാട്ടുകാരായ ആളുകൾക്ക് നിങ്ങളെ കുറിച്ചുള്ളത്. കാരണം നിങ്ങളുടെ സ്വഭാവവും അയാളുടെ സ്വഭാവവും സമമായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ ഒരു ചങ്ങാതി ഉണ്ടാവും. ആ ചങ്ങാതിയുടെ സ്വഭാവം എന്താണ് നിങ്ങൾ ഓർത്തു നോക്കുക. ആ ചങ്ങാതിയെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്? അതേ അഭിപ്രായമായിരിക്കും നിങ്ങളെ കുറിച്ചും നാട്ടുകാർക്ക് ഉണ്ടാവുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് നാട്ടുകാർ കാണുമ്പോൾ പറയും, തെമ്മാടിയാണ്, കള്ളുകൂടി എന്നൊക്കെ പറയും. നിങ്ങളോട് വന്നിട്ട് പറയും. നിങ്ങളെ കുറിച്ച് അതേപോലെ മറ്റൊരാളോട് പോയിട്ട് പറയും. അപ്പൊ നിങ്ങളെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെ പറയുന്നുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് നാട്ടുകാർ എന്ത് പറയുന്നുണ്ടെന്ന് നോക്കാം. ഒരു മനുഷ്യൻ അവന്റെ ചങ്ങാതിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആരോട് ചങ്ങാത്തം വേണം, ആരോട് ഫ്രണ്ട്ഷിപ്പ് വേണം, ആരോട് ബന്ധം വേണമെന്ന് ഓരോ ആളുകളും ആലോചിച്ച് തീരുമാനിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്കൂളിൽ പോയി ബാക്ക് ബെഞ്ചിൽ ഇരിക്കണ്ട, സ്കൂളിൽ പോയി തമ്മാടികളോട് കൂട്ടം കൂടണ്ട. ഏറ്റവും പഠിക്കുന്ന ചങ്ങാതിമാരുടെ കൂടെ കൂടിയാൽ നിന്റെ റാങ്ക് ഏറ്റവും പിന്നിലാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നിന്റെ മാർക്ക് ഇങ്ങനെ കുത്തനെ ഉയരുന്നത് കാണാൻ കഴിയും. ചങ്ങാതി മോശമായാൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടിയുടെ ഗ്രാഫ് കുത്തനെ താഴുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് ചങ്ങാതിയാണ് ഒരു മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നത്. സൗഹൃദ ബന്ധങ്ങളൊന്നും നന്നാക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുകയാണ്, അൽ-ആഖിലു ലാ യുസാഹിബുൽ അശ്റാറ, അല്പമെങ്കിലും തലയിൽ തലച്ചോറുള്ളവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോയി അകപ്പെടൂല. തലച്ചോറുള്ളവൻ പോയി പെടൂല. കഞ്ചാവടിക്കുന്നവന്റെ കൂടെ, കൊലപാതകം നടത്തുന്നവന്റെ പോലെ, അക്രമികളായി രാത്രി ഉറങ്ങാതെ ഊരും തണ്ടി നടക്കുന്നവന്റെ കൂടെ ബുദ്ധിയും തലച്ചോറും, തലയിൽ അല്പമെങ്കിലും തലച്ചോറുണ്ടെങ്കിൽ ചങ്ങാത്തം കൂടൂല.
അപ്പൊ ഇല്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ ഓക്കെ, എനിക്കതില്ല, ഓക്കെ, പ്രശ്നമില്ല. മഹാനായ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പറയുന്നുണ്ട്, അൽ ആഖിലു ലാ യുസാഹിബുൽ അശ്റാർ, ബുദ്ധിയുള്ളവൻ ചീത്ത കൂട്ടുകെട്ടുമായി ഒരിക്കലും മടുക്കുകയില്ല. കാരണം ലിഅന്ന സുഹബത്തസ്സൂഇ ഖിത്അതും മിനന്നാർ, ചീത്ത കൂട്ടുകെട്ടുകൾ നരകത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മഹാനായ ഇബ്നു ഹിബ്ബാൻ. നരകത്തിൽ വീണത് പോലെയാണ് നിങ്ങൾക്ക് നരകം ഉറപ്പാണെന്നാണ് ഈ പറയുന്നതിന്റെ ആശയം. ചീത്ത കൂട്ടുകെട്ടുകളാണ് നിങ്ങളുടെ കൂട്ടുകെട്ടുകളെങ്കിൽ നരകം ഉറപ്പാണ് എന്നാണ് ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ ഈ വാക്കിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് മക്കളെയല്ല നോക്കേണ്ടത്, മക്കളുടെ ചങ്ങാതിമാരാരാണെന്ന് നോക്ക്. ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ മക്കളുണ്ട്, പെൺമക്കളുണ്ട്, അവരുടെ ചങ്ങാതിമാരാരാണ്, അവരുടെ ചങ്ങാതിമാരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ മക്കളെ വിലയിരുത്തണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ ഫുർഖാനിൽ 27-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നത് ചീത്ത കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا ويوم يعض الظالم على يديه. നാളെ മഹ്ശറാ ലോകത്ത് അക്രമികളായ ആളുകൾ നഖം കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്, വിരല് കടിക്കുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് അവര് പറയുന്നത് യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. പ്രവാചകന്മാര് പറഞ്ഞത്, മഹാന്മാര് പറഞ്ഞു തന്നത് ഒന്ന് ഞാൻ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഈ വഅദ് പറയുമ്പോൾ കേട്ടത് ഞാൻ ജീവിതത്തിൽ പകർത്തിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാളെ മഹ്ശറാ ലോകത്ത് വിരൽ കടിച്ചുകൊണ്ട് ആലോചിക്കുമെന്നാണ്. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്ന ചങ്ങാതിയെ എന്റെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് രക്ഷപ്പെടുമായിരുന്നു. അവനെ കൂട്ടുകെട്ടിയത് കൊണ്ടാണ് സിനിമക്ക് പോവാൻ ഞാൻ തുടങ്ങിയത്, സിസർ വരിക്കാൻ ഞാൻ തുടങ്ങിയത്, കഞ്ചാവ് ഉപയോഗിക്കാൻ ഞാൻ തുടങ്ങിയത്, പെണ്ണ് പിടിക്കാൻ ഞാൻ തുടങ്ങിയത്, ക്രിമിനലായി മാറാനുള്ള കാരണം ഇന്ന ചങ്ങാതിയാണ്. ആ ചങ്ങാതിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് നാളെ മഹ്ശറാ ലോകത്ത് വിരൽ കടിക്കുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മഹാനായ അബുൽ അസ്വദ് ദുഅലി തങ്ങൾ പറയുകയാണ്, മാ ഖലഖല്ലാഹു ഖൽഖൻ, കേൾക്ക്, ചെവി തുറന്ന് കേൾക്കേണ്ട പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, ചങ്ങാതിമാരുടെ കൂടെ മക്കളെ അടിഞ്ഞാടാൻ സമ്മതം കൊടുക്കുന്ന, അനുവാദം കൊടുക്കുന്ന രക്ഷിതാക്കളോടാണ് ഞാൻ പറയുന്നത്. മഹാനായ അസ്വദ് ദുഅലി തങ്ങൾ പറയുകയാണ്, മാ ഖലഖല്ലാഹു ഖൽഖൻ അളറ മിനസ് സാഹിബിസ്സൂ. ചീത്ത ചങ്ങാതിമാരെക്കാളും മോശമായ ഒരു സൃഷ്ടി ലോകത്തില്ല എന്ന, ചീത്ത ചങ്ങാതിമാരെക്കാളും മോശമായ ഒരു സൃഷ്ടി ലോകത്തില്ല. മഹാനായ അബുൽ അസ്വദ് ദുഅലി തങ്ങൾ പറയാണ്. അതുകൊണ്ട് കരയാതിരിക്കാനുള്ള കാരണം, കരച്ചില് വരാതിരിക്കാനുള്ള കാരണം, ഈ പറഞ്ഞ 6ഓളം വിഷയങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്ന് ഒന്ന് ആലോചിക്കണം. ഏതൊക്കെയാണ് 6 വിഷയം എന്ന് പറഞ്ഞ എല്ലാവരും ഒന്നിച്ചു പറയും. ഒന്ന്, സംസാരം, മാഷാ അല്ലാഹ്, സംസാരം വർദ്ധിപ്പിക്കരുത്. 2, ഭക്ഷണം ഒഴിവാക്കുക, ഭക്ഷണം കൂടുതൽ കഴിക്കരുത്. 3, അത് അതിന്റെ ഇടയിൽ വന്ന വിഷയമാണ്, ഉറക്കൊക്കെ. പിന്നെ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞ സബ്ഹെഡിങ് ഉണ്ടാവും, ഇത് മെയിൻ ഹെഡിങ് ആണ്, സബ്ഹെഡിങ് വേറെ. 1 കസറത്തുൽ കലാം, ഒരുപാട് സംസാരിക്കുന്നത്. 2 അള്ളാഹു പറഞ്ഞതിന് വിപരീതമായി ജീവിക്കുക, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരിക. 3 കസറത്തുൽ ലഹ്കി, ഒരുപാട് ചിരിക്കുന്നത്. 4 കസറത്തുൽ അക്ലി, ഒരുപാട് തിന്നുന്നത്. 5 കസറത്തുൽ ദുനൂബ്, പാപങ്ങൾ വർദ്ധിക്കുന്നത്. 6 സുഹ്ബത്തുസ്സൂ, ചീത്ത കൂട്ടുകെട്ടുകൾ. ഈ 6 വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ
അദ്ദേഹം രാത്രിയായപ്പോ ഇങ്ങനെ ഒരു ദിവസം കരയാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, കരയുന്ന കണ്ണുനീർത്തുള്ളികൾ, ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർത്തുള്ളികൾ, ധാരധാരയായി ഒഴുകുന്ന കവിൾത്തടങ്ങളുടെ കഥകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മഹാന്മാരുടെ ചരിത്ര ശകലങ്ങളാണ് നമ്മൾ അയവിറക്കുന്നത്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ ഒരു രാത്രിയിൽ ഇങ്ങനെ കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാരെല്ലാവരും അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ചുകൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലേക്ക് പോയി കരഞ്ഞാല് നമ്മുടെ ഭാര്യ മക്കളൊക്കെ വന്നിട്ട് ഉപ്പാ നിങ്ങൾ എന്താ കരയുന്നു എന്ന് ചോദിക്കൂലേ, ഉമ്മാ നിങ്ങൾ എന്താ കരയുന്നു എന്ന് ചോദിക്കൂലേ, മോനെ നീ എന്താ കരയുന്നത്? അതേപോലെ മഹാനായ മുൻകദിർ തങ്ങൾ കരയാൻ തുടങ്ങിയപ്പോ വീട്ടുകാരെല്ലാവരും ചുറ്റും ഭാഗത്തും ഒരുമിച്ചുകൂടി. എന്തേ നിങ്ങൾ കരയുന്നത്? അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. കരച്ചിലിന്റെ വിങ്ങൽ കൊണ്ട്, വിങ്ങിപ്പൊട്ടി തേങ്ങി കരഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം പിന്നെയും കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് മഹാനായ അബൂ ഹാസിം തങ്ങളെ വിളിക്കുന്നത്. കൂട്ടുകാരടുത്ത ഫ്രണ്ടാണ്, അടുത്ത ചങ്ങാതിയാണ്. വീട്ടുകാരെ ചോദിച്ച് മറുപടി പറയാതിരുന്നപ്പോ മഹാനായ അബൂ ഹാസിം തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അബൂ ഹാസിം തങ്ങൾ വീട്ടിലേക്ക് എത്തി. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കരയാനുള്ള കാരണം ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പോഴാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്ത് ഞാൻ ഓതിയപ്പോൾ എനിക്ക് കരച്ചിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി വരികയാണ്. എന്താണ് ആയത്തെന്നറിയോ? വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അവര് പ്രതീക്ഷിക്കാത്ത പലതും അല്ലാഹു നാളെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നുള്ള അർത്ഥമുള്ള ആയത്താണത്. നാളെ മഹ്ശറാ ലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടിയാൽ അവര് പ്രതീക്ഷിക്കാത്ത, അവര് ഒരിക്കലും വിചാരിക്കാത്ത, ഒരിക്കലും ഊഹിക്കാത്ത പല കാര്യങ്ങളും അല്ലാഹു നാളെ പരസ്യമാക്കുമെന്നുള്ള ആയത്ത് കേട്ടപ്പോ മഹാനായ മുൻകദിർ തങ്ങൾ കരയാൻ തുടങ്ങി. അതേപോലെ തന്നെ മഹാനായ അബൂ ഹാസിം തങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. അബൂ ഹാസിം തങ്ങളും കരയാൻ തുടങ്ങി. മുൻകദിർ തങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്ന അബൂ ഹാസിം തങ്ങളും ഈ പരിശുദ്ധമായ സൂറത്ത് ഖുർആനിന്റെ ആയത്ത് കേട്ട് കരയാൻ തുടങ്ങി. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഊഹിക്കാത്ത, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു നാളെ പരസ്യമാക്കുമെന്നുള്ള വിഷയം കേട്ടപ്പോ കരയാൻ തുടങ്ങിയതാണ്. അതേപോലെ തന്നെ മഹാനായ റബീഅ ഇബ്നു ഹുസൈം തങ്ങൾ യബ്കി ബുകാഅൻ ശദീദാ, വീട്ടിലിരുന്ന് ഇങ്ങനെ കരയുകയാണ്. ആര്? മഹാനായ റബീഅ ഇബ്നു ഹുസൈം തങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കരയുകയാണ്. ബുകാഅൻ ശദീദാ, തേങ്ങി കരയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ വിളിക്കുന്നത്. മോനെ നീ എന്തിനാണ് മോനെ ഇങ്ങനെ കരയുന്നത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് മോനെ കരയുന്നത്? മോനെ നീ ആരെങ്കിലും വധിച്ചിട്ടുണ്ടോ, ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് മകനോട് മാതാവ് ചോദിക്കുമ്പോഴാണ് ആ മകൻ ഉമ്മയോട് പറയുന്നത്, ഉമ്മാ നഅം യാ വാലിദതി, ഞാൻ ഒരാളെ കൊന്നുപോയിട്ടുണ്ടുമ്മ, ഞാൻ ഒരാളെ വധിച്ചിട്ടുണ്ടുമ്മ എന്ന് പറയുമ്പോ ആ ഉമ്മ മകനോട് ചോദിക്കുകയാണ്, മോനെ വീട്ടുകാരെ ഒന്ന് പറഞ്ഞു തരൂ മോനെ, ആരെയാണ് വധിച്ചത് എന്ന് പറയൂ മോനെ, ആ വീട്ടിൽ പോയി ഞാൻ സമാധാനം പറയാം മോനെ. ഇങ്ങനെ രാത്രിയായാൽ ഉറക്കമില്ലാതെ എന്റെ പൊന്നുമോൻ കരയുന്ന കഥ ഞാൻ ആ വീട്ടുകാരോട് പറയാം മോനെ, അതുകൊണ്ട് വീട്ടുകാരുടെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ, ഞാൻ കൊന്നത് ഏതെങ്കിലും ഒരു വീട്ടുകാരെയല്ല ഉമ്മ, യാ വാലിദതി ഹിയ നഫ്സി, എന്റെ ശരീരത്തെയാണ് ഞാൻ കൊന്നത്, എന്റെ ശരീരത്തെയാണ് ഞാൻ കൊന്നത്. തെറ്റുകൾ ചെയ്യുമ്പോൾ ഹൃദയം ചത്തുപോകുമെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ ആരാണ് ആ ഹൃദയത്തെ കൊന്നത്? നമ്മളല്ലയോ? ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഹൃദയം ചത്തുപോകുമെന്ന് പറഞ്ഞില്ലയോ? ആരാണ് ഹൃദയത്തെ കൊന്നത്? നമ്മളല്ലയോ? ഒരുപാട് ചിരിച്ചാൽ ഹൃദയം ചത്തുപോകുമെന്ന് പറഞ്ഞില്ലയോ? ആരാണ് ആ ഹൃദയത്തെ കൊന്നത്? നമ്മളല്ലയോ? മകൻ പറയാണ്, ഉമ്മ
ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ല കൊന്നത്, ഞാൻ കൊന്നത് എന്റെ ശരീരത്തെയാണുമ്മ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. മഹാനായ റബീ ഇബ്നു ഹുസൈൻ തങ്ങൾ, മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് പ്രഗൽഭരായ അലിമീങ്ങൾ ജീവിച്ചു പോയത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കരയാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ. എങ്ങനെ നമ്മൾക്ക് കരയാം? നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് കരയാൻ കഴിയാതെ പോയത്, എന്തുകൊണ്ടാണ് കണ്ണുനീർ തുള്ളികൾ വരാതെ പോയത്. ഇനി പറയാൻ പോകുന്നത് കരയാനുള്ള എളുപ്പവഴിയാണ്. എങ്ങനെ നമ്മൾക്ക് ഇനി കരയാമെന്ന് ആലോചിക്കാം. ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. ഒന്നാമത്തെ വിഷയം മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. മഅരിഫത്തുല്ലാഹി തആല, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അറിയാതെ നമ്മൾ ഇങ്ങനെ കരഞ്ഞു പോകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം. എന്താണ് റബ്ബ് എന്ന് പഠിക്കണം. അള്ളാഹു എന്ന് കേട്ടാൽ ചില ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് പഠിച്ചോന്ന് പറഞ്ഞ നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിലേക്ക് എറിയുന്നവൻ, അല്ലെ? നോമ്പ് നോറ്റില്ലെങ്കിൽ നരകത്തിലേക്ക് എറിയുന്നവൻ, ജനങ്ങളെ മുഴുവനും സുനാമിയും ഭൂകമ്പവും നൽകി ശിക്ഷിക്കുന്നവൻ. അങ്ങനെയാണോ റബ്ബ്? അതാണോ റബ്ബ്? ഇത് അള്ളാഹുവിന്റെ റഹ്മത്തുമായി, കാരുണ്യവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോ ശിക്ഷ ഒന്നുമല്ല എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്താണ് ശിക്ഷയെക്കാളും നല്ലത്. കാരുണ്യവാനാണ് അള്ളാഹു, കാരുണ്യവാനാണ് അള്ളാഹു. എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും, എത്ര വലിയ കുറ്റക്കാരാണെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ഒരു തുള്ളി കണ്ണുനീർ തുള്ളിയുറ്റി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ വലിയായി മാറാൻ അയാൾക്ക് കഴിയുമെന്നാണ്. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ, ഇവിടെ കൂടിയിരിക്കുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അള്ളാഹുവിന്റെ വലിയായി മാറാൻ ഒരുപാട് വർഷങ്ങളുടെ ആവശ്യമില്ല, ഒരുപാട് വർഷങ്ങളുടെ ആവശ്യമില്ല. ഇന്ന് രാത്രി ഒരൽപ്പസമയം ഉളൂ ചെയ്ത് നിസ്കരിച്ചുകൊണ്ട് ഇലാഹായ റബ്ബിനോട്, അള്ളാഹുവിനോട് കരഞ്ഞ് അള്ളാഹുവേ ഇനി ഞാനില്ല റബ്ബേ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ മാറിയതുപോലെ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിന്റെ ചോദ്യം കേട്ടിട്ടല്ലേ ഒരു കൊള്ള സംഘത്തിന്റെ നേതാവായ, വ്യഭിചരിക്കാൻ വേണ്ടി മതിൽ ചാടാൻ ഇറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊള്ളത്തലവൻ നന്നായത്, അള്ളാഹുവിന്റെ വലിയായി മാറിയത് സെക്കൻഡുകൾ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരു ആയത്താണ് മാറ്റമുണ്ടാക്കിയത്. ഏതാണ് ആ ആയത്ത്? അലം യഅനി ലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ? കള്ളു കുടിക്കുന്നവരെ നിർത്താനുള്ള സമയമായിട്ടില്ലേ? കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ നിർത്താനുള്ള സമയമായിട്ടില്ലേ? പ്രേമിച്ച് പ്രണയിച്ച് നടക്കുന്നവർ, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരെ നിർത്താനുള്ള സമയമായിട്ടില്ലയോ? അള്ളാഹുവിന്റെ അദാബ് നിങ്ങളിലേക്ക് കടന്നു വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കണേ. നിങ്ങളുടെ കബറിടം ഇങ്ങനെ ഒരു വ്യഭിചാരത്തിന്റെ കെട്ടുകളുമായി കബറിലേക്ക് പോയാൽ, കഞ്ചാവിന്റെ ഭാരവുമായി കബറിലേക്ക് പോയാൽ, കള്ളിന്റെ ഭാരവുമായി കബറിലേക്ക് പോയാൽ എന്തായിരിക്കും അവിടുത്തെ മുൻകർ നക്കീർ നമ്മോട് പെരുമാറുന്നത്? സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോ ഈ പ്രേമം നമ്മൾക്ക് രക്ഷപ്പെടാൻ എളുപ്പ വഴിയാകുമോ? ബസ് സ്റ്റാൻഡിലൂടെ നമ്മൾ കാമുകന്മാരുമായി സംസാരിച്ചത്, കുമ്പള മുതൽ അങ്ങ് മംഗലാപുരം വരെ ട്രെയിനിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നിട്ട് കാമുകന്മാരോട് കൂടെ സമയം ചെലവഴിച്ചത്, സിറ്റി സെന്ററിലോ ഏതെങ്കിലും ഒരു മാളുകളിൽ ചെന്ന് സിനിമയിൽ കയറിയത്, സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോ നിങ്ങളെ തള്ളിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അമലാണോ? അല്ല, നേരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അള്ളാഹുവിന്റെ ഭയാനകമായ നരകത്തിലേക്ക് വീഴാനുള്ള അമലാണോ എന്ന് ചിന്തിച്ചോളൂ. നാളെയാണ് നമ്മുടെ ജീവിതം. ബുദ്ധിമാൻ ആലോചിക്കുന്നത് നാളത്തെ ലോകത്തെ കുറിച്ചാണ്. ബുദ്ധികളാണ് ദുനിയാവിന്റെ സുഖങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങളുടെ ഡ്രസ് കോഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നല്ല സുന്ദരന്മാരായി തന്നെ നടന്നോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല വാഹനങ്ങൾ ഉപയോഗിച്ചോളൂ, നല്ല വീട്ടിൽ താമസിച്ചോളൂ. പക്ഷേ അള്ളാഹുവിനെ മറന്ന ഒരു കളി നമ്മളിൽ ഉണ്ടാവരുത്. ഹറാമായ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവരുത്. അവിഹിത ബന്ധങ്ങൾ ഉണ്ടാവരുത്. തോന്നിവാസങ്ങൾ ഉണ്ടാവരുത്. അള്ളാഹുവേ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അള്ളാഹുവേ നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള രണ്ട് മൂന്ന് വിഷയം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. മഅരിഫത്തുല്ലാഹി തആല ബിഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി, അല്ലാഹുവിനെ പഠിക്കുക എന്നതാണ് ഒന്നാമത്തെ വിഷയം. ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ
على فانن وهنا وإني لنائم فقلت اعتذارا عند ذاك وإنني لنفسي فيما قد أتيت للائم أزعم أني عاشق ذو سبابة بليلي ولا أبكي وتبكي البهائم كذبت وبيت الله لو كنت عاشقا لما سابقتني بالبكاء الحمائم രാത്തുറങ്ങാൻ കിടക്കുമ്പോഴാണ് ഒരു മാടപ്രാവ് കരയുന്ന ശബ്ദം ഒരു മഹാനായ ഒരു സൂഫി വര്യൻ കേൾക്കാനിടയായത്. മഹാനായ സൂഫി വര്യൻ കേൾക്കാനിടയായത് ലഖദ് ഹാതഫത് ഫീ ജുൻഹി ലൈലിൻ ഹമാമത്തുൻ, രാത്രിയുടെ യാമങ്ങളിൽ ശ്മശാന മൂകതയിൽ ഒരു മരച്ചില്ലയിൽ കിടന്നുകൊണ്ടൊരു പക്ഷി ഇങ്ങനെ കരയുന്നുണ്ട്. അലാ ഫാനനിൻ വഹ്നം വഇന്നീ ലനായിമു. അല്ലാഹുവിന്റെ പക്ഷികളും മൃഗങ്ങളുമെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന സമയത്ത് ഞാനിവിടെ ഉറങ്ങുകയാണല്ലോ എന്ന വിഷമമാണ് കവിക്കുള്ളത്. ഞാനിവിടെ മനോഹരമായ മെത്തയിൽ കിടന്നുറങ്ങുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ പക്ഷികൾ ഉറങ്ങാതെ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്. ഫഖുൽതു ഇഅ്തിദാറൻ ഇൻദ ദാക വഇന്നനി ലിനഫ്സി ഫീമാ ഖദ് അതൈതു ലലായിമു അഅസ്ഉമു അന്നി ആശിഖുൻ ദൂ സബാബത്തിൻ ബിലൈലി വലാ അബ്കി വതബ്കിൽ ബഹായിമു. എന്നിട്ട് ഞാൻ പറയുകയാണോ ഞാൻ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരനാണെന്ന്, അള്ളാഹുവിനോട് പ്രണയമുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്നിട്ട് ഞാൻ പറയുകയോ? പക്ഷി എവിടെ തസ്ബീഹ് ചെല്ലുന്നു, നമ്മൾ ഇവിടെ കിടന്നുറങ്ങുന്നു, നമ്മൾ ഇവിടെ മൊബൈലിൽ കളിക്കുന്നു, അള്ളാഹുവിനെ ഓർത്ത് തസ്ബീഹ് ചെല്ലുന്നു. നമ്മുടെ തൊഴുത്തിലുള്ള നാൽക്കാലികൾ, ആടുകൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നുണ്ട്, ദിക്ർ ചെല്ലുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ, ആകാശത്തിലൂടെ പറന്നു കളിക്കുന്ന പറവകൾ അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെല്ലുന്നുണ്ട്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളും അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുമ്പോൾ എങ്ങനെ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നത്, നമ്മൾക്ക് ഹറാം ചെയ്യാൻ കഴിയുന്നത്? കദബ്തു വബൈതില്ലാഹി ലൗ കുൻതു ആശിഖാ, ഞാൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള ഒരാളാണെങ്കിൽ ലമാ സബഖതിനി ബിൽ ബുകാഇൽ ഹമായിമു, എന്നെക്കാളും മുമ്പ് അല്ലാഹുവിനോർത്ത് കരയാൻ ആ മാടപ്രാവിന് കരയുമായിരുന്നില്ല. അതിനെ കണ്ട് കരയേണ്ട ദുർഗതി എനിക്ക് വരുമായിരുന്നില്ല. ഒരൽപ്പമെങ്കിലും റബ്ബിനോട് സ്നേഹമുണ്ടെങ്കിൽ മൃഗങ്ങളെക്കാളും തസ്ബീഹ് ചെല്ലേണ്ടത് നമ്മളല്ലയോ എന്ന് കവി ചോദിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നന്നായി സ്നേഹിച്ച് ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലെല്ലാം റജുലുൻ ദക്കറല്ലാഹ ഖാലിയ, ആളുകളുടെ മുമ്പിൽ കരയാനല്ല, ആളുകളുടെ മുമ്പിൽ കരയാനല്ല. റജുലുൻ ദക്കറല്ലാഹ ഖാലിയ, അല്ലാഹുവിനെ ഓർത്ത്, അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുവിന്റെ ശിക്ഷകളെയും നരകമെന്ന മഹാലോകത്തെയും ഖബറിനെയും കുറിച്ചോർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കണം മുഅ്മിനീങ്ങളെ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ. എന്നാൽ നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകുമെന്നാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് 50000 വർഷത്തിന്റെ ദൈർഘ്യമാണുള്ളത്. ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂട്, കാലിൽ ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, ചേലാകർമ്മം ചെയ്യാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ, മക്കളെ തിരിഞ്ഞു നോക്കാതെ, ജ്യേഷ്ഠന്മാരെ മൈൻഡ് ചെയ്യാതെ, ചങ്ങാതിമാരെ നെവർ മൈൻഡ് ചെയ്ത്, ഭാര്യയോടൊന്ന് ചിരിക്കാതെ, വെപ്രാളത്തോടെ കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഉപ്പാ, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. ഉമ്മാ, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ തീരെ എനിക്ക് കഴിയില്ല, ഞാൻ തന്നെ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് 50000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറാ ലോകത്ത് ഒരു സെക്കൻഡ് പോലും മഹ്ശറയിൽ കിടക്കാതെ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയാണ് മുഅ്മിനീങ്ങളെ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹുവിനെ ഓർത്ത് കരയാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്.
ഒന്ന് സമയം കണ്ടെത്തുവീൻ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതിരിക്കാൻ, അർശിന്റെ തണൽ ലഭിക്കാൻ അല്ലാഹു നമ്മൾക്ക് അർശിന്റെ തണൽ നൽകട്ടെ. അല്ലാഹു നമ്മൾക്ക് അർശിന്റെ തണൽ നൽകട്ടെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ വിഷയം, നന്നായി ഖുർആൻ ഓതണേ. വിശദീകരിക്കൂല. നന്നായി ഖുർആൻ ഓതലാണ്. വതദബ്ബുറു ആയാതി, അതിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഒരൊറ്റൊരു ഉദാഹരണം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇഖ്റ അലയ്യൽ ഖുർആൻ. അപ്പൊ കരയാനുള്ള രണ്ടാമത്തെ കാരണം പരിശുദ്ധമായ ഖുർആൻ ഓതുകയും എന്നിട്ട് അർത്ഥം ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാരണം അല്ലാഹുവിനെ മനസ്സിലാക്കുക, രണ്ടാമത്തെ കാരണം പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം, അതോടൊപ്പം അർത്ഥം മനസ്സിലാക്കുക എന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയുകയാണ്, ഇഖ്റ അലയ്യൽ ഖുർആൻ. എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരുമോ ഇബ്നു മസ്ഊദ്? ഇബ്നു മസ്ഊദ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അഖ്റഉ അലൈക വ അലൈക ഉൻസിൽ. നിങ്ങൾക്കല്ലേ അല്ലാഹു ഖുർആൻ ഇറക്കി തന്നത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരണമെന്നോ? നിങ്ങൾ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടവരല്ലേ? വാദിനെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ താഴെ ഇരിക്കാം, നിങ്ങൾ വാദ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കൂലേ, നിങ്ങളെ വാദ പറയാൻ വിളിച്ചിട്ട് താഴെ ഇരിക്കാനാണോ? അതേപോലെ നിങ്ങൾക്കല്ലയോ അല്ലാഹു ഇറക്കി തന്നത്, നിങ്ങളല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരണമെന്നോ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ബലാ ഇബ്നു മസ്ഊദ്, അതെ, ഇന്നി അസ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി. മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ ഞാൻ കൊതിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലയോ, സമാഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന സദസ്സുകളിൽ ഇരിക്കാൻ നമ്മുടെ ഹൃദയം തയ്യാറാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾക്ക് ഹൃദയമില്ല എന്നാണ്. ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മുടെ ഹൃദയം ചത്തുപോയി എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇബ്നു മസ്ഊദേ, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് പൂതിയുണ്ട്, അതൊന്നും എനിക്ക് ആസ്വദിക്കണം. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതാൻ തുടങ്ങിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഇത് ഞാൻ ഓതുമ്പോൾ സൂറത്തുൻ നിസാ പാരായണം ചെയ്ത് ഞാൻ ഒരു ആയത്തിലേക്ക് എത്തി. ഏതാണ് ആയത്തെന്നറിയോ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മ, എല്ലാ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷിയെ ഞാൻ കൊണ്ടുവരുന്ന രംഗം നിങ്ങൾ ഓർത്തു നോക്കൂ നബിയെ. നാളെ മഹ്ശറ ലോകത്ത് എല്ലാ സമുദായക്കാരും ഓരോ പ്രവാചകന്മാരോടും അവരവരുടെ സമുദായത്തിൽ നിന്ന് സാക്ഷി നിർത്താൻ വേണ്ടി ഓരോ സാക്ഷികളെ കൊണ്ടുവരുന്ന രംഗം. വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കാൻ, നിങ്ങളെ കുറിച്ച് സാക്ഷി നിൽക്കാൻ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഞാൻ ഒരാളെ മഹ്ശറ ലോകത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭം ഓർക്കൂ നബിയെ. ഇത് കേട്ടപ്പോഴേക്കും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മതി ഇബ്നു മസ്ഊദ്, മതി, ഇനി ഓതല്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങൾ നിറഞ്ഞ് താടി രോമങ്ങൾ നിറയെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ ആയത്ത് കേട്ട് കരഞ്ഞു പോയതാണ്. മഹാനായ അബൂ സാലിഹ് തങ്ങൾ പറയുന്നുണ്ട്, ലമ്മാ ഖദിമ അഹ്ലുൽ യമൻ, യമനുകാർ മദീനയിലേക്ക് കടന്നു വരികയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് യമൻ രാജ്യക്കാര് മഹാനായ സിദ്ദീഖ് തങ്ങളെ കാണാൻ വരികയാണ്. അപ്പോൾ അവിടെ വെച്ചാരോ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായി. ഫസമിഉൽ ഖുർആന, ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായപ്പോൾ ജാലൂ യബ്കൂൻ, അവരും കൂടെ കരയാൻ തുടങ്ങി. ഖുർആൻ ഓതുന്നത് കേൾക്കാനിടയായപ്പോ യമനിൽ നിന്ന് വന്ന ആഗതർ ഖുർആൻ പാരായണം കേട്ട് കരയാൻ തുടങ്ങി. ഫഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഹാകദാ കുന്നാ ഹുമ്മ ഖസത്തിൽ ഖുലൂബ്, ഞങ്ങളും ഇതുപോലെയായിരുന്നു. ആദ്യകാലങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുക
കേൾക്കുമ്പോൾ ഞങ്ങളും കരഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കണ്ണുനീർത്തുള്ളികൾ നിയന്ത്രിക്കാൻ കഴിയാതെ ധാരധാരയായി ഒഴുകിയിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്ന് പറയുന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. തേൻ കുടിക്കാൻ ചുണ്ടിലേക്ക് പാത്രം വെച്ചപ്പോ അത് കുടിക്കാൻ കഴിയാതെ കരഞ്ഞ് 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 ഒരുപാട് സമയം നിയന്ത്രണം നഷ്ടപ്പെട്ട സിദ്ദീഖ് തങ്ങളാണ് പറയുന്നത്, ഞങ്ങളൊക്കെ പണ്ടിങ്ങനെ തന്നെയായിരുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ ഞങ്ങൾ കരയുമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ഞങ്ങൾക്ക് ഇന്ന് കരച്ചിൽ വരുന്നില്ല. യമനുകാർ, അള്ളാഹു സ്വർഗത്തിൽ പ്രത്യേകമായ ഇരിപ്പിടം ഒരുക്കിയ ആളുകളാണ് യമനുകാർ. സിദ്ദീഖ് തങ്ങൾ യമനുകാർ വന്നാൽ എണീക്കുമായിരുന്നു. ആ യമനിലെ ഇസ്ലാമാണ് ഇന്ന് കേരളക്കരയിലുള്ളത്. യമനുകാർ വരുമ്പോൾ സിദ്ദീഖ് തങ്ങൾ ബഹുമാനിച്ച് എണീറ്റ് നിൽക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, സ്വർഗത്തിൽ യമനുകാർക്ക് പ്രത്യേകമായ ഇരിപ്പിടമുണ്ട് എന്ന്. ആ യമനിൽ നിന്ന് വന്ന ഇസ്ലാമാണ് നമ്മുടെ കേരളക്കരയിലുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് എവിടെയും പിഴച്ചിട്ടില്ല. ഒരു സംഭവം കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശദാദ് തങ്ങൾ പറയുന്നുണ്ട്, സമിഅതു നശീജ ഉമർ, മഹാനായ ഉമർ തങ്ങളുടെ തേങ്ങിക്കരയുന്ന ശബ്ദം ഞാൻ കേൾക്കാനിടയായി. വഅന ഫീ ആഖിരി സ്വഫി, ഞാൻ നിസ്കാരത്തിന്റെ ഏറ്റവും പിന്നിലുള്ള സഫിലാണ് ഞാനുള്ളത്. ഉമർ തങ്ങൾ ഇമാമാണ്. ഇമാമിന്റെ മൈക്കില്ലെന്ന്, മൈക്ക് ഉപയോഗിച്ചുള്ള നിസ്കാരങ്ങളല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിശുദ്ധമായ സൂറത്തു യൂസുഫ് ഇങ്ങനെ ഓതുന്നുണ്ട്, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി സൂറത്തു യൂസുഫിലെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കരഞ്ഞുപോയ രംഗം ഉമർ തങ്ങളെ കരയിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ്. യൂസുഫ് സൂറത്ത് എന്ന് പാരായണം ചെയ്താലും നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ മഹാനായ ഉമർ തങ്ങൾ സൂറത്തു യൂസുഫ് പാരായണം ചെയ്താൽ തേങ്ങിക്കരയുന്ന ശബ്ദം പിന്നാലെയുള്ളവർ കേൾക്കുമായിരുന്നു. എന്താണ് ഈ സംഭവം? യാഖൂബ് നബി അലൈഹിസ്സലാം 2 മക്കളെ നഷ്ടപ്പെട്ടു. യൂസുഫിനെ അലൈഹിസ്സലാം ബിന്യാമീനിനെ 2 മക്കളെയാണ് നഷ്ടപ്പെടുന്നത്. വർഷങ്ങളോളം മക്കളില്ലാതെ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെട്ടു പോയ യാക്കൂബ് നബി ഒരിക്കലും ആ പരീക്ഷണത്തിൽ പതറാതെ അല്ലാഹുവിനോട് പറഞ്ഞത്, ഇന്നമാ അശ്കൂ വബത്തി അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. അല്ലാഹുവേ, എന്റെ പ്രയാസം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ദുഃഖം ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. ഇത് പറഞ്ഞ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ഇങ്ങനെ കരയുമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ കരയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഖുർആനിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നുൽ അശ്അസ് റളിയല്ലാഹു അൻഹു സമയത്തു ഫുളൈലൻ, മഹാനായ ഫുളൈൽ തങ്ങൾ യഖൂലു ദാത ലൈല, ഒരു രാത്രിയിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. വഹുവ യഖറഉ സൂറത്ത് മുഹമ്മദ്, മുഹമ്മദ് എന്ന് പറയുന്ന സൂറത്ത് ഓതുകയാണ് നിസ്കാരത്തിൽ. വയബ്കി വയബ്കി, സൂറത്ത് മുഹമ്മദ് ഇങ്ങനെ ഓതുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. വയുറദ്ദിദു ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതാണ് ആ ആയത്ത് എന്നറിയോ? വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുവ അഖ്ബാറകും. സൂറത്ത് മുഹമ്മദിലെ 31-ാമത്തെ ആയത്ത് മഹാനായ ഫുളൈൽ തങ്ങൾ ഓതി ഇങ്ങനെ, മഹാനായ ഫുളൈൽ തങ്ങൾ നിസ്കാരത്തിൽ ഓതി ഇങ്ങനെ കരയുകയാണ്. ആ ആയത്ത് ഇങ്ങനെ ആവർത്തിക്കുകയാണ്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന് വേണ്ടി ധർമ്മ സമരം ചെയ്തത് എന്ന് ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിക്കുന്നവർ ആര്, നിങ്ങളുടെ നിയ്യത്ത് ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും. വസ്സാബിരീൻ, ക്ഷമിക്കുന്നവരെയും ഞാൻ പരീക്ഷിക്കുമെന്ന് മാത്രമല്ല, ഇതല്ല അദ്ദേഹത്തെ കരയിപ്പിച്ചത്. വനബ്ലുവ അഖ്ബാറകും വനബ്ലുവ അഖ്ബാറകും, നിങ്ങളുടെ ഓരോ വാർത്തകളെയും ഓരോ വിവരങ്ങളെയും ഞാൻ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഓരോ വിഷയവും ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എല്ലാം ഞാൻ പരസ്യപ്പെടുത്തുമെന്നർത്ഥമുള്ള പരിശുദ്ധമായ ഖുർആൻ ഓതും അദ്ദേഹം പറയുമായിരുന്നു, വതബ്ലു അഖ്ബാറനാ വതബ്ലു
അഖ്ബാറനാ. അല്ലാഹുവേ നീ ഞങ്ങളുടെ വാർത്തകളെ പരീക്ഷിക്കുമോ റബ്ബേ? അല്ലാഹുവേ നീ ഞങ്ങളുടെ കാര്യങ്ങൾ പരസ്യമാക്കുമോ റബ്ബേ? വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമായിരുന്നു. എന്നിട്ട് പറയും ഇൻ ബലൗത അഖ്ബാറനാ, അല്ലാഹുവേ നീ ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അന്വേഷിച്ച് ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കി ഞങ്ങളുടെ രഹസ്യത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ ഫലഹ്തനാ, നീ ഞങ്ങളെ ജനങ്ങൾക്കിടയിൽ മോശമാക്കുമല്ലോ റബ്ബേ. എന്തൊക്കെ രഹസ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. വഹതക്ത അസ്താറനാ, ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം നീ പരസ്യമാക്കുമല്ലോ റബ്ബേ. ഇൻ ബലൗത അഖ്ബാറനാ, ഞങ്ങളുടെ രഹസ്യങ്ങളെ നീ ചൂഴ്ന്നന്വേഷിച്ചാൽ അഹ്ലക്തനാ, നീ ഞങ്ങളെ നശിപ്പിക്കുമല്ലോ റബ്ബേ. വഅദ്ദബ്തനാ, നീ ഞങ്ങളെ ശിക്ഷിക്കുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞു മഹാനായ ഫുളൈൽ തങ്ങൾ ഇങ്ങനെ കരയുമായിരുന്നു എന്ന് ഇബ്രാഹിം ഇബ്നുൽ അശ്അസ് തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് കരയാൻ നമ്മൾ സമയം കണ്ടെത്തണം. മൂന്നാമത്തെ വിഷയം കസറത്തു ദിക്റില്ല, നന്നായി ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ ഹൃദയം ലോലമാകുമെന്നാണ്. ദിക്ർ ചൊല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയം ലോലമാകുമെന്നാണ്. ദിക്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം കാഠിന്യമുള്ള ഹൃദയമായി മാറും. നാലാമത്തെ വിഷയം അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവണം. അഞ്ചാമത്തെ വിഷയം മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം, മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കണം. ആറാമത്തെ വിഷയം ഹലാല് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. മഹാനായ സ്വാലിഹീങ്ങളായ ആളുകളോട് ചോദിക്കുകയുണ്ടായി ബിമതലീനുൽ ഖുലൂബ്, ഒരു മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാണ് നന്നാവുന്നത് എന്ന്. അപ്പൊ പറഞ്ഞു ബിഅക്ലിൽ ഹലാൽ, ഹലാൽ തിന്നാൽ മാത്രമേ ഒരാൾ നന്നാവുള്ളൂ എന്ന് മഹാന്മാര് മറുപടി പറയുന്നുണ്ട്. അതേപോലെ തെറ്റിൽ നിന്ന് മാറി നിൽക്കണേ. എട്ടാമത്തേത് നന്നായി വഅല് കേൾക്കണം, നന്നായി വഅല് കേൾക്കണം. വഅലിന്റെ സദസ്സുകൾ വരുമ്പോൾ മാറി നിൽക്കരുത്. അത് വഅലാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു നിൽക്കരുത്. അതിൽ നിന്ന് അവഗണിക്കുകയോ അതിനെ അശ്രദ്ധയോടെ കാണുകയോ ചെയ്യരുത്. വഅല് എവിടെയാണെങ്കിലും അത് കേൾക്കാൻ പോവണം. ഒരു വഅല് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ഒമ്പതാമത്തെ വിഷയം ഖിയാമത്ത് നാളിനെ ഓർക്കണേ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാനും തെറ്റുകൾ വരാതെ ജീവിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം, നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാം എന്തേ കരയാത്തത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, എപ്പോഴാണ് അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചത്, നരകത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇന്നേ വരെ നരകത്തെ കാക്കുന്ന മലക്ക് ചിരിച്ചിട്ടേ ഇല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി നൽകുമ്പോ ഇൻഷാ അല്ലാഹ് ഖബറിനെ കുറിച്ചോർത്ത് കരയണം നമ്മൾ. അതേപോലെ മഹ്ശറെ കുറിച്ചോർത്ത് കരയണം, നരകത്തെ കുറിച്ചോർത്ത് കരയണം. മരണത്തെ ഓർത്തുകൊണ്ടേ ജീവിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഐനിൻ ലാ തദ്മഉ, അല്ലാഹുവേ കരയാത്ത കണ്ണെനിക്ക് തരല്ലേ അല്ലാഹ്. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി, നന്മ മാത്രം ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വതർകൽ മുൻകറാത്തി, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുബ്ബൽ മസാകീൻ, മിസ്കീൻമാരോട് സ്നേഹം നൽകണേ അല്ലാഹ്. അതേപോലെ മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വതുസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കുക.